മറ്റൊരു വാർത്തയിലേക്ക്. പുതിയ പാർട്ടി രൂപീകരിക്കാൻ സംസ്ഥാന JDS നേതൃത്വം. രേവണ്ണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഈ മാസം 9-ന് സംസ്ഥാന ഭാരവാഹി യോഗം ചേരും. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം എന്ന നിർദ്ദേശവും ചർച്ചയാകും. JDS NCP നേതൃത്വങ്ങൾ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ തുടങ്ങി എന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേർന്നു തിരുവനന്തപുരത്തും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, JDS നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്നത് അറിയാവുന്നതാണ്. ഇപ്പോൾ കർണാടകയിൽ ഉയർന്നിരിക്കുന്ന രേവണ്ണ വിവാദം, ഒപ്പം തന്നെ HD കുമാരസ്വാമി, ദേവഗൌഡയുടെ മകനായ രേവണ്ണയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ, അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട്. എന്താണ് പുതിയ നീക്കങ്ങൾ? ഒപ്പം തന്നെ ഈ ചെറുപാർട്ടികളെ ഒരുമിപ്പിക്കാനുള്ള നീക്കത്തിൽ എങ്ങനെയാണ് JDS നേതൃത്വം ഇടപെടുന്നത്? രജനി, JDS ദേശീയ നേതൃത്വം ഇന്ത്യയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്. ഇത് വലിയ വിവാദമാക്കി പ്രതിപക്ഷം ഉയർത്തിയപ്പോഴും CPIM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകിയിരുന്നു. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയപ്പോഴാണ് വീണ്ടും പ്രതിസന്ധി രൂക്ഷമായത്. അപ്പോഴും തുടർന്ന് എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രിൻസിപ്പൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDSന്റെ കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ജനതാദൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട നീക്കവും. ഇടതുമുന്നണിയിലുള്ള ചെറു പാർട്ടികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യമിട്ടുന്നത്. ജനതാദൾ NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് ചർച്ചയിലുള്ളത്. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങിയതായിട്ടാണ്. പുതിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ JDS സംസ്ഥാന നേതൃത്വം പുതിയ പാർട്ടി നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.